പൂയം നക്ഷത്രക്കാർക്ക് പൂർവജന്മ ദോഷങ്ങൾ പിന്തുടർന്നു വരുന്ന കാലമാണ്. പൂർവജന്മ ദോഷങ്ങൾ പിന്തുടർന്നു വരുന്ന കാലമായതുകൊണ്ട് ശബരിമല പോണം പുരുഷന്മാർ. ചില കല്ലുകൾ ധരിച്ചാൽ കറക്റ്റ് ഗ്രഹനില അനുസരിച്ച് ചില നക്ഷത്രങ്ങളുടെ പൂർവജന്മങ്ങളെ എടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുഴിയിൽ വീഴുന്നതിന് പകരം കുഴിക്ക് തൊട്ടിപ്പുറത്ത് വീഴും. നമസ്കാരം. സ്വാമി സ്വപ്നങ്ങളെക്കുറിച്ച് പറയുകയാണ്. എല്ലാ ദിവസവും സ്വാമി സ്വപ്നത്തെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞു അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റും? സ്വപ്നം കാണുന്നവരെന്നെ വിളിച്ചു പറഞ്ഞാലല്ലേ അതിൻ്റെ ഒരു നിഗമനത്തെക്കുറിച്ച് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ സ്വപ്നം കാണാറില്ല. സ്വപ്നാവസ്ഥയൊക്കെ കഴിഞ്ഞ അവസ്ഥയിലില്ലേ. 63 വയസ്സ് കഴിഞ്ഞാൽ ഡിസംബർ 23-ാം തീയതി ആകുമ്പോൾ 64 വയസ്സാകും. അപ്പം സ്വപ്നം കാണുന്ന കാലം കഴിഞ്ഞു. ലക്ഷ്യത്തിലെത്താനുള്ള ഓടുന്നതിൻ്റെ വേഗത കുറഞ്ഞു. ഇനി എന്താണ്? ജീവിച്ച് തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈശ്വരൻ വിളിക്കുമ്പോൾ പോകാൻ തയ്യാറായിട്ടിരിക്കുക. നിന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. 10 ദിവസം DNA ഒരുമിച്ച് കണ്ടില്ല എന്നെങ്കിൽ സ്വാമി ഭഗവാൻ വിളിച്ചു പോയി എന്ന് വിചാരിക്കാമെന്നേ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലല്ലല്ലോ ഇതെല്ലാം തന്നെ. ഇപ്പം ഞാൻ 2-ാം തീയതി പോകുന്നുണ്ട്. 2-ാം തീയതി ദുബായിക്ക് പോയി കഴിഞ്ഞാൽ 10 ദിവസം അവിടെയാണ്. 12-ാം തീയതി, 13-ാം തീയതി, 14-ാം തീയതി, 15-ാം തീയതി ഒക്കെ വരുള്ളൂ. ഇവിടെ വന്നിരുന്ന് ഇത് പറയണ്ടേ. അപ്പോൾ ഞാൻ വിചാരിക്കും അത്രയും പേര് എന്നെ വിളിച്ചു പറയുന്ന വിഷയങ്ങളൊക്കെ എൻ്റെ ബോധത്തിൽ നിൽക്കുമെന്ന് തന്നെ എനിക്കറിയാൻ വയ്യ. മനുഷ്യൻ്റെ വിഷയങ്ങൾക്ക് മറുപടി പറയണ്ടേ? സ്വപ്നങ്ങൾ കാണുന്നതിനെക്കുറിച്ച് പറയണം. ഒരു സ്വപ്നത്തിനെക്കുറിച്ച് ഞാനിവിടെ ഇങ്ങനെ എഴുതി വെച്ചു. അത് ചിലത് പെട്ടെന്നങ്ങ് മറന്നു പോകും. ഇല്ലെങ്കിൽ ചിലർ പറയുന്നത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഒരാൾ ഇങ്ങനെ നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്നാൽ ഒരു അലുമിനിയം അത് കണ്ണ് ദോഷം കിട്ടാതിരിക്കാനാണെന്ന് പറയും. ഒരു ചെമ്പ് പോലുള്ള തകിടിനകത്ത് സൂര്യൻ്റെ കണ്ണൊക്കെ വരച്ച് ഇങ്ങനെ സൂര്യൻ്റെ കിരണങ്ങളൊക്കെ ആയിട്ട് ഇട്ടേക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഇതൊരു വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ തൂക്കിയേക്കാണ്. ചില ഉത്സവപ്പറമ്പുകളിലൊക്കെ അത് കാണും. ഈ ചെമ്പിനകത്ത് ചിലർ ആഭിചാരം ചെയ്തിട്ട് ഒന്നും വേണ്ട, അതിനകത്ത് കുറേ നേരം ഒരു ഭസ്മം ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മളൊരു ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിനകത്ത് ചില ചെയ്യുന്നതാണ്. അതിൽ ഭസ്മം അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇത്തിരി വളഞ്ഞ പാത്രം പോലെ ഇരിക്കുന്നത്. അതിനകത്ത് ഭസ്മം നിറച്ചിട്ടുകൊണ്ട് ഒരു കരിക്കട്ട എടുത്ത് അതിനകത്ത് വെച്ച് അവരൊരു മന്ത്രമുണ്ട്. ഈ മന്ത്രം കൊണ്ട് ജപിച്ചിട്ട് ഇതിനെ കഴുകൂല, ഇതിനെ തുടച്ച് കളയും. ഏത്? കോഴി തൂവൽ കൊണ്ട് ഇല്ലെങ്കിൽ കാക്കയുടെ തൂവൽ കൊണ്ട് ഇതിനെ തുടച്ച് കളയും. തുടച്ച് കളഞ്ഞിട്ട് ഒരു പൊടിയെങ്കിലും ഇതിൽ അവശേഷിച്ചാൽ മതി. ഇത് വീടിൻ്റെ മുമ്പിൽ കൊണ്ട് തൂക്കിയിടും. ഇതിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് തൂക്കിയിട്ടാൽ അതുവഴി പോകുന്നവർക്കെല്ലാം തന്നെ നാശമുണ്ടാകും എന്നാണ് ഒരു വിശ്വാസം. ഇത് ഒരു അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ തീർത്ത് പറയില്ല. ഇനി ഇത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരാൾ ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി. ഒരു സ്ത്രീയാണ് കെട്ടിത്തൂക്കിയത്. അപ്പം അതിൻ്റെ മുമ്പിലുള്ള ഒരാൾ എപ്പോഴും പിന്നെ ഈ പശുവിനെ കെട്ടാനായിട്ട് അവിടെ വരും. ഇവരെ വീടിൻ്റെ മുമ്പിൽ കുറേ സ്ഥലം തുറന്ന് കിടപ്പുണ്ട്. ഈ പശുവിനെ കെട്ടാനായിട്ട് വരുമ്പോൾ ഇയാൾ എന്നും ഈ സൂര്യനെ ഇങ്ങനെ നോക്കി ഈ വട്ടം മുഖത്തിനകത്ത് സൂര്യൻ്റെ കണ്ണും സൂര്യൻ്റെ ഇങ്ങനെ ചിതറി നിൽക്കുന്നതൊക്കെ നമ്മളെല്ലാവരും ഉത്സവപ്പറമ്പിൽ കാണുന്നതാണ്. അതിങ്ങനെ ചുമന്ന് നിറത്തി കാണുന്നു സ്വാമി. ഞാൻ ഇവരെ അവിടെ പശുവിനെ കൊണ്ട് കെട്ടാൻ പോകുമ്പോൾ കാണുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതൊക്കെയാണ് ദിവസങ്ങളിൽ കാണുന്നത്? ഈ കാണുന്ന പുരുഷനല്ല, സ്ത്രീയാണ് കാണുന്നത്. സ്ത്രീയാണ് ഈ പശുവിനെ കെട്ടാനായിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ ഇത് രാത്രി കിടക്കുമ്പോൾ ഈ മുഖം അവരിങ്ങനെ കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിഭീകരമായ ആപത്താണ് വരാൻ പോകുന്നത്. അയ്യോ സ്വാമി, എന്തിനാണ് സ്വാമി ഇവരിങ്ങനെ ആപത്ത് വരുന്ന സാധനം അവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ കണ്ടത് കൊണ്ടല്ല. കാണുന്നത് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു ആപത്തുണ്ടാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അവർ ഭയങ്കര സംഘർഷമായി. എന്തായാലും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. അവരുടെ പശു കറന്നുകൊണ്ട് നിൽക്കുന്ന കറന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗമായ ഒരു സാധു സ്ത്രീയാണ് ഈ പശു. ഉപജീവന മാർഗം പശുവിനിൽ നിന്ന് പാല് കറന്നെടുത്ത് ഉപജീവന മാർഗം നയിച്ചിരുന്ന ഈ പാവപ്പെട്ട സ്ത്രീയുടെ പശു പാമ്പ് കുത്തി ചത്തുപോയി. അവർ രാവിലെ ചെല്ലുമ്പം പാല് കറക്കാൻ ചെല്ലുമ്പോൾ ഈ പാമ്പ് കൊത്തി പശു ചത്ത് കിടക്കുന്നതാണ്. അത് പാമ്പ് കൊത്തി ചത്തതാണെന്നത് തിരിച്ചറിഞ്ഞു. ഈ പാമ്പിനെ കുഴിച്ചിട്ട് അവരുടെ അന്നം മുടങ്ങി. അവരെന്നെ വിളിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ
മുഴങ്ങിയപ്പം ആൾക്കാരൊക്കെ ആരണ്ടൊക്കെ അവിടെ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കാന്തല്ലൂർ സ്വാമിയുടെ അടുത്ത് ചോദിക്കണം, മൃഗങ്ങൾക്ക് ഇങ്ങനെ പാമ്പ് കൊത്തി പശു ചത്താൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നതിനെക്കുറിച്ച്. അവരെങ്ങനെയൊക്കെ നമ്പർ എടുത്ത് അവിടുത്തെ ഏതോ എന്നെ അറിയാവുന്ന ചെറുപ്പക്കാരെ കൂടെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാമ്പ് കൊത്തി പശു ചത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ക്ഷതമുണ്ടാകാം, കുടുംബത്തിന് ദോഷമുണ്ടാകാനും. അപ്പം പറഞ്ഞു, ഇനി എന്തൊരു ദോഷമുണ്ട്, അവരുടെ ഭർത്താവ് മരിച്ചു, അപകടത്തിൽ മരിച്ചു, അത് കഴിഞ്ഞ് ഒരു മകനുണ്ടായിരുന്നു, അവൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു, ഈ സ്ത്രീയുടെ ആകെ വരുമാന മാർഗ്ഗം ഈ പശുവായിരുന്നു, അതും മരിച്ചു, അവരെന്ത് ചെയ്യും സ്വാമി? അപ്പം ഞാൻ പറഞ്ഞു, ഈ ഇവരെ വീടിരിക്കുന്ന ഇവരുടെ ഗൃഹം, ആ ഗൃഹത്തിൽ അപമൃത്യു ലക്ഷണമുള്ള ഒരു ഗൃഹമാണത്, അവിടെ ആര് വസിച്ചാലും അത് ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരുടെ വസ്തുവാണ് അവരുടേത്? അപ്പം പറഞ്ഞു, ഇത് ഒരു കുടികിടപ്പ്, പണ്ട് കാലത്ത് കുടികിടപ്പ് വസ്തുവായിരുന്നതാണെന്നും അവിടെ ധാരാളം പശുക്കളെ അവിടെ വളർത്തിയിരുന്നുവെന്നും, പശുക്കളെ വളർത്തിയിരുന്നത് അവസാനം ഈ അന്നത്തെ വ്യവസ്ഥിതിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇതെല്ലാം അന്യം വന്ന് പോയപ്പോൾ ഈ അമ്മയുടെ, ഈ പശുവിനെ കൊണ്ട് നടന്നിരുന്ന ഈ അമ്മയുടെ പൂർവികർ ഈ വസ്തു മാത്രം വിട്ടുകൊടുത്തില്ല. വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ എന്ത് പറ്റി? ഈ ബാക്കി വന്ന തറവാട്ടിൽ അവശേഷിച്ചിരുന്നവരാരാണ്ട് പശുവിൻ്റെ കുളമ്പിൽ ഒരു ആഭിചാരം ചെയ്തു. എന്നാലും നോക്കൂ, എന്നുവെച്ചാൽ നമ്മളിപ്പം ഇറച്ചി പശുവിൻ്റെ കാളയുടെ കുളമ്പിൽ, കാളയുടേതായിരിക്കും, പശുവിനെ അങ്ങനെ കൊല്ലുന്നത് എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഈ കുളമ്പിലൊരു കുളമ്പാണ് ലക്ഷണത്തിൽ കണ്ടത്, കുളമ്പിലൊരു ആഭിചാരം ചെയ്തിട്ട് ഈ വീട്ടിൻ്റെ എവിടെയോ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. അതെപ്പോഴാണ്? സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയം, വേനൽക്കാലം. ഏത് ഏറ്റവും കഠിനമായി കാഠിന്യമുള്ള സൂര്യൻ ചുമന്ന് കാണുന്ന സമയം, സൂര്യന് ചുമപ്പ് നിറം, അത്യുഗ്രമായ കടുത്ത ചൂടുണ്ട. മീനമാസത്തിലെ വല്ലതായിരിക്കും, മീനമാസത്തിലെ സൂര്യൻ ഏറ്റവും കടുത്ത ചൂടുള്ള സമയത്ത്, സൂര്യൻ ചുമന്ന് കാണുന്ന സമയത്ത് ഇത് കൊണ്ടുവന്ന് ഈ കുളമ്പിൽ ആഭിചാരം ചെയ്ത് കിട്ടും. അവിടെ പശുക്കൾ വാഴൂല, അത് സ്വപ്നദർശനം കിട്ടിയ ഈ സ്ത്രീയും വാഴൂല. എന്തായാലും ആ സ്ത്രീ അവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞു. പക്ഷെ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സ്വാമി, ഒരു കാരണവശാലും ആ അമ്മ അവിടെ നിന്ന് മാറില്ല. അവരുടെ ഭർത്താവ് മരിച്ചു, അവരുടെ മകൻ മരിച്ചു, അപമൃത്യു സംഭവിച്ചു, എനിക്ക് പോകാനൊരിടമില്ല, ഞാൻ ശേഷിക്കുന്ന കാലം ഞാനും ഇവിടെ കിടന്ന് മരിച്ചോട്ടെ, ദൈവത്തിന് മതിയാകട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ചില വിധികളിൽ ദൈവത്തിന് എന്ത് മതിയാകാൻ, ദൈവത്തിന് എന്ത് മതിയാകാൻ? ദൈവം സൃഷ്ടിയുടെ കൂട്ടത്തിൽ ഇതെല്ലാം സുഖവും, കുറച്ച് സുഖം കുറച്ച് ദുഃഖം, ഇല്ലെങ്കിൽ കുറച്ച് സുഖം 25% സുഖം 75% ദുഃഖം. നീ ഇന്ന് സുഖിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നാളെ സുഖം, ദുഃഖം സുഖിക്കുന്നുണ്ടെങ്കിൽ നാളെ നിനക്ക് ദുഃഖം. നീ ഇന്ന് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കർമ്മം ശുദ്ധമാണെങ്കിൽ നിനക്ക് സുഖം. ഒരു ദോഷങ്ങളും ചെയ്യാത്തവർ ഈ ജന്മത്തിൽ ഒരു ദുരിതങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ടും ഒന്ന് ദോഷകരമായി ചിന്തിക്കുന്നവർക്ക് പോലും, ചിന്തിക്കാത്തവർക്ക് പോലും പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ അറിയാതെ, പൂർവ്വജന്മം നമുക്ക് അറിഞ്ഞൂടെ. എൻ്റെ അടുത്ത് പലരും ചോദിക്കും, സ്വാമി പൂർവ്വജന്മത്തിൽ ഞാൻ എങ്ങനെ ആലോചിക്കും, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഈ ജന്മത്തിലെ ഇങ്ങനെ. അവർക്ക് പോലും മഹാദുരിതങ്ങളും ദുരന്തങ്ങളും കൊടുക്കുമ്പോൾ നമുക്കെന്ത് പറയാനാണ്? ഒരു പൂജകൾ ഒന്ന് നമ്മൾ ആദ്യം, പൂജ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് പൂജ എന്ന് പറയുന്നത്. അതൊരു പരിഹാരമല്ല. ഒരു പരിധി വരെ 2% ചിലപ്പോൾ ഫലിച്ചേക്കാം, 2% ചിലപ്പോൾ ഫലിച്ചേക്കാം. ഞാനിപ്പം ഈ കല്ലുകളിലേക്കൊക്കെ, ഞാൻ ഈ സ്റ്റോണിനെ കുറിച്ച് ഇപ്പോൾ കുറച്ച് ഗവേഷണങ്ങൾ നടത്തി. എന്തുകൊണ്ട് നടത്തിയെന്ന് പറഞ്ഞാൽ, ചില കല്ലുകൾ ധരിച്ചാൽ കറക്റ്റ് ഗ്രഹനില അനുസരിച്ച് ചില നക്ഷത്രങ്ങളുടെ പൂർവ്വജന്മങ്ങളെ എടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുഴിയിൽ വീഴുന്നതിന് പകരം കുഴിക്ക് തൊട്ടിപ്പുറത്ത് വീഴും, നമ്മളെ കണ്ണിൽ കൊള്ളുന്നതിന് പകരം പിരികത്തിൽ കൊള്ളും, നമ്മുടെ രക്തസംക്രമണം അതിന് മാറ്റങ്ങളുണ്ടാകും. ഇതൊക്കെ കുറേ. പക്ഷേ ഇതിനകത്തൊരു കാര്യം, നമ്മുടെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്ന കല്ലുകളുണ്ട്. ഇത് വാങ്ങിച്ച് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ദുരിതം ഇത് ആകർഷിച്ച് ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രയോജനമില്ലാതെ വരും. അങ്ങനൊരു സത്യമുണ്ട്. അത് ഈ കല്ലുകാരും പറയില്ല. ഞാനിവിടെ ധരിച്ചിട്ടുണ്ടല്ലോ എന്നേ പറയുള്ളൂ. പക്ഷേ നമുക്കൊരു മഹാദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളറിയില്ല. കാരണം ആ ദുരന്തം ഈ കല്ല് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് പിന്നെ കൊള്ളില്ല. അതിനൊരു പീരീഡ് ഉണ്ട്, ഒരു സമയം. അത് ഇവിടുത്തെ ഒരു സ്റ്റോൺ വിൽക്കുന്ന ആരും, ഇപ്പം നമ്മുടെ ഇവിടെ വലിയ വലിയ ജ്വല്ലറിയുണ്ട്, ഡയമണ്ട്സ് മാത്രം വിൽക്കുന്നവരുണ്ട്. അവിടെ ചെന്നവരുടെ മാറ്റങ്ങ് ധരിച്ച് വർഷങ്ങളിടും.
നമ്മൾ ഇത് ഓരോ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ഓരോ 6 മാസം കഴിയുമ്പോഴും ഇതിൻ്റെ പവർ, ഇതിനകത്ത് പോറൽ വീണിട്ടുണ്ടോ, ഇതിൽ പൊടി വന്നിട്ടുണ്ടോ, ഇതിനകത്ത് പൊട്ടൽ വന്നിട്ടുണ്ടോ, ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം നമുക്കുണ്ടാകുന്ന ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, രാത്രികളിലാണ് ഇതിന് ആകർഷണം കൂടുതലുണ്ടാകുക. അപ്പോൾ അത് നമ്മുടെ രാത്രി ഇതിൻ്റെ ഒരു പ്രകാശം, ഇതിന് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ഒരു വലിയ താളിയോല കിട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഭൂമിയുടെ എത്രയോ താഴത്തിലാണ്, എത്രയോ ഉയരത്തിൽ നിന്ന് ഏറ്റവും പാതാളത്തിന് താഴെ നിന്നാണ് ഓരോ നല്ല കല്ലുകളും ലഭിക്കുന്നത്. അത് ഉത്തമമായ കല്ലുകൾ. ഇവിടെ പ്ലാസ്റ്റിക്കിലൊക്കെ കളറടിച്ച് കൊണ്ടുവരുന്ന ഒരുപാടുണ്ട്, ലൈറ്റ് വെച്ച് അടിക്കുന്നതൊക്കെ ഉണ്ട് ഒരുപാട്. പക്ഷേ ഒറിജിനലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള കല്ലുകൾ മനുഷ്യ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു മാറ്റം, നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോകും. നമ്മൾ അറിയണമെന്നൊന്നുമില്ല. അതേസമയം അത് നമ്മളെ ജപവും നല്ല കർമ്മങ്ങൾ ചെയ്ത് മികച്ച നല്ല ശക്തിയുള്ള കല്ലുകളും കൂടെ ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പലരും ഞാൻ ഇവിടെ കല്ലിട്ടുകൊണ്ട് ഒരുപാട് പേരുടെ പേര് ഞാൻ ഊരി മാറ്റി വയ്ക്കും ആദ്യം. കാരണം അത് കാലം കഴിഞ്ഞു. ഒരെണ്ണം ധരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ 5-10 വർഷം ധരിക്കാനൊന്നും പറ്റില്ല. ഇത് ഓരോ ഈ സംക്രമണം കഴിയുമ്പോഴും ഇതിന് മാറ്റം ഉണ്ടാവും. ഇതിൻ്റെ ഫലം കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് നെഗറ്റീവ് ആവും ഇല്ലേ? ആ നെഗറ്റീവ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഓരോ ദശകളിലും ധരിക്കേണ്ട, ഓരോ ദശകൾ കഴിയുമ്പോഴും ഈ കല്ലുകൾക്ക് മാറ്റങ്ങളുണ്ടാകും. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നമ്മൾ ധരിക്കേണ്ടത്. നമ്മൾ അശ്രദ്ധമായിട്ടോ നമ്മളൊരു കല്ലിട്ടുണ്ട്, ഇത് ആട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് ഇത് 1 കോടി രൂപയുടെ ഡയമണ്ട് ഞാൻ ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാട്ടുകാരെ കാണിക്കുക ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ശക്തി കുറഞ്ഞ, ശക്തി നശിച്ചു പോയ, ക്ഷയിച്ചു പോയ കല്ലും ധരിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് ബലഹീനത ഉണ്ടാകാനുള്ള സാധ്യത, നമ്മുടെ ശക്തിക്ക് ബലഹീനത, നമ്മുടെ ബലത്തിന് ബലഹീനത ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതൊക്കെ ഇവിടെ എനിക്കറിയാവുന്ന ഒരുപാട് പേര് കല്ല് കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രയോജനപ്പെടുമോ? മനുഷ്യനെ വിശ്വസിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എത്രത്തോളം പ്രയോജനപ്പെടും, അത് നമ്മൾ ആ കിട്ടുന്ന പണം നമുക്ക് എത്ര ഗുണം ചെയ്യും എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കുന്ന വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ അമ്മാവൻ്റെ മകള് ശ്രീകല ഒരു കല്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ പ്രശസ്തനായ ഒരാളെ കൊണ്ട് ഒരു കല്ല് വാങ്ങിച്ചു കൊടുത്തു. കുറേ കഴിഞ്ഞ് അവൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര പ്രശ്നമാണ് സ്വാമി, ചേട്ടാ അണ്ണാന്നാണ് വിളിക്കുന്നത്, അണ്ണ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കല്ലൊന്ന് നോക്കാൻ പറഞ്ഞപ്പം ഇത് പൊട്ടിയ കല്ലാണ്. ഞാൻ ഇവിളെയും കൊണ്ട് ആ കല്ല് കൊടുത്തവൻ്റെ അടുത്ത് പോയി. അവനത് വാങ്ങിച്ചു. അപ്പം തന്നെ പുള്ളിയുടെ മുഖമൊക്കെ മാറി പുള്ളി വേറൊരു കല്ല് തന്നു. ഒടുവിൽ എന്താണ്, അപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. കരളി ചാനലിൽ വാർത്ത വായിക്കുന്നവളായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതനുഭവിക്കാൻ പറ്റൂ. കല്ല് ധരിച്ചുകൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞ അവളെ വിധിയും കൂടെ അത് തന്നെ ആയിരിക്കും. പക്ഷേ ഒരാൾ എന്തിനാണ് ധരിക്കുന്നത്? അവരുടെ ജീവിതം ദുഃഖകരമായ ജീവിതത്തിന് സുഖകരമായൊരവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ കല്ല് തേടി വരുന്നവരെ, നല്ല സ്റ്റോൺ ധരിക്കുന്നവരെ, ഉത്തമമായിട്ട് അവരെ പൂർവ്വജന്മവും നോക്കിയിട്ട് കല്ലുകൾ നോക്കിയിട്ട് അത് ധരിക്കാൻ ഉത്തമമായ കല്ലുകൾ കൊടുത്തിട്ട് മാത്രം നിങ്ങളുടെ മനുഷ്യൻ അവൻ വിശ്വസിച്ച് ചെയ്യുന്ന 1 രൂപ നാണയം പോലും കൈപ്പറ്റിയാൽ ആ കൈപ്പറ്റുന്ന നാണയത്തിന് ഉത്തമമായിട്ടുള്ള ഫലം, ആ ഫലം ഉണ്ടാകുക തന്നെ വേണം. ആ കല്ല് കൊടുത്ത ആളുമായിട്ട് നിരന്തരം ബന്ധപ്പെടണം. 6 മാസത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് കല്ല് പരിശോധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം. ഒന്നും അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് അയച്ചു കൊടുത്ത് ആ കല്ലിൻ്റെ ഘടനയും ആ കല്ലിൻ്റെ ക്ഷതമേറ്റിട്ടുണ്ടോ, കല്ലിന് ദുരിതക്ഷതം ഏറ്റിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം മുമ്പിലോട്ട് പോകാൻ. അങ്ങനെയുണ്ട്. അല്ലാതെ ഒരു കല്ല് വാങ്ങിച്ചാൽ കൊണ്ടിട്ടിട്ട് ഇത് മതി, ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ സമ്പന്നനാവും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹാരമായെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമില്ല. ഞാനതിൻ്റെ ഏറ്റവും പോരായ്മകളാണ് പറഞ്ഞത്, വളരെ പോരായ്മകളാണ് പറഞ്ഞത്. എനിക്കറിയാവുന്ന ഒരു വലിയ ബിസിനസ്സുകാരനുണ്ടായിരുന്നു. വലിയ ബിസിനസ്സുകാരൻ, എന്നുമായിട്ട് ഭയങ്കര മാനസിക അടുപ്പം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഞാനവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് എനിക്ക് ഭക്ഷണമൊക്കെ തരും. നമ്മൾ ഒന്നുമില്ലാതെ അവസ്ഥ ഒരു പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിന്ന ആളാണ്. പക്ഷേ അദ്ദേഹം എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തരുമല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഞാൻ ഏറ്റവും വില പിടിപ്പുള്ള ഒരു കല്ല് കണ്ടത്, ഒരു ഡയമണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തിളങ്ങുന്നത്, നമുക്കന്ന് അതിനെക്കുറിച്ചൊരു ധാരണയില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, ഞാൻ ചേട്ടാന്നാണ് പണ്ട് എല്ലാവരെയും വിളിക്കുന്നത്, അതുകൊണ്ട് എന്നെ പലരും ചേട്ടാന്ന് തമാശയാക്കി തിരിച്ച് വിളിക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുപോലെ ചൂണ്ടുവിരൽ, ഞാനിപ്പോൾ നാഗമാണ് ധരിച്ചേക്കുന്നത്, ഇതുപോലെ ചൂണ്ടുവിരലിൽ ഒരു വൈഡൂര്യം കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ശക്തി മനസ്സിലാകണേ. ആ വൈഡൂര്യം, ഞാൻ ചോദിച്ചു
ചേട്ടാ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, കൊച്ചിയിലാണ്, ഫോർട്ട് കൊച്ചിയിൽ. എന്താണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കല്ല് തരൂ, എനിക്കൊരു കല്ല് കിട്ടൂ എന്ന് ചോദിച്ചു. എനിക്ക് എന്നാലോചിക്കണം, എന്തും ഇഷ്ടപ്പെടുന്ന എന്തും ഇഷ്ടമുള്ളവരോട് സ്നേഹിക്കുന്ന ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാണല്ലോ. ഞാൻ വളരെ ഇന്നസെൻ്റായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ചിരിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ പുള്ളി സസ്യബുക്കാണ്. പുള്ളി ചിക്കനും മട്ടണും ഒന്നും കഴിക്കില്ല. ഞാൻ വെജിറ്റേറിയനാണ്, പ്യുവർ വെജിറ്റേറിയൻ. അപ്പോൾ ഞാൻ ചേട്ടാ എനിക്ക് ഇതുപോലൊരു കല്ല് തരൂ, മോതിരം തരൂ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറിയ പരസ്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, എടോ എന്നെ എങ്ങനെ വിളിക്കണം, എടോ വലിയ സ്നേഹമാണ്. ഇന്നല്ല മരിച്ചുപോയി, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ നോവ് കടലിനകത്ത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എടോ ഇതിൻ്റെ വില എത്രയാണെന്നറിയോ? എന്നത്തെ കാലമാണെന്ന് ആലോചിക്കണം. 1990 കാലഘട്ടത്തിലാണ്, 90-92 കാലഘട്ടത്തിലാണ്, 1992 കാലഘട്ടം. എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു മനുഷ്യൻ. ഞാൻ ബോട്ട് കയറി അവിടെ ഇറങ്ങിയിട്ട് ബോട്ടിൽ കയറി ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്ത് നടന്ന് ചെല്ലുമ്പം എത്ര തിരക്കുണ്ടെങ്കിലും വാടോ എന്ന് ജനലിൽ കൂടെ വിളിച്ച് അവിടെ ഇരുത്തുന്ന ഒരു വലിയ ഹൃദയമുള്ള ഒരു മനുഷ്യൻ. മറക്കാൻ പറ്റില്ല. കൂടെ ഇരുത്തി ഭക്ഷണം തന്ന മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എനിക്ക് തരൂ ചോദിച്ചു. അല്ല എനിക്കിതുപോലെ ഒരെണ്ണം കിട്ടുമോ എന്ന് ചോദിച്ചു. പുള്ളി എൻ്റെ അടുത്ത് എന്താ പറയണം, അന്നത്തെ കാലമാണ് ഞാൻ പറയുന്നത്. എടോ ഈ കല്ലിൻ്റെ വില എത്രയാണെന്നറിയോ? 3 കോടി രൂപയാണോ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പോയി. ഇരുന്നിടത്തുനിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി. ഇയാൾക്കത് വാങ്ങിക്കാൻ പറ്റുമോ? ഇയാളെ സത്യസന്ധതയും ഇയാളെ കഠിനാധ്വാനവും ഇയാളെ വലിയ ബിസിനസ്സുകാരനാക്കും. 3 കോടിയല്ല 30 കോടിയാണെങ്കിൽ ഇയാൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തകർന്നുപോയി. അത് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത്. ബിസിനസ്സിൽ അദ്ദേഹം തകർന്നില്ലാതായിപ്പോയി. ആ അവസാന നിമിഷം എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ സമ്പന്നനായിപ്പോയി. അദ്ദേഹം പറഞ്ഞ പോലെ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളായിട്ട് മാറിപ്പോയി. ഒരു വലിയ പരസ്യ സ്ഥാപനം ഉണ്ടാവുകയും ഏറ്റവും കൂടുതൽ പരസ്യം കേരളത്തിൽ ചെയ്യുന്ന ഒരാളായിട്ട് മാറിപ്പോയി. അപ്പോൾ മനുഷ്യനെ കയറ്റിറക്കങ്ങളിലൂടെ മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഈശ്വരനാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇപ്പം എനിക്ക് മനസ്സിലായി. ആ കല്ലുണ്ടല്ലോ, ആ കല്ലിന് ക്ഷതം സംഭവിച്ചിട്ടും അദ്ദേഹം ധരിച്ചു. സർവവും എക്സ്പോർട്ടിങ്ങാണ്. സർവ്വതും നശിച്ചു, സർവ്വതും പോയി തകർന്നു. ജയിൽവാസം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എനിക്കത് സഹിക്കാൻ, ഞാൻ അദ്ദേഹത്തെ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിനോട് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു മുഖമാണ്. മരണം വരെ മറക്കൂല. ഒന്നുമില്ലാതെ ഒരു പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് ചെല്ലുമ്പം ഇവിടുന്ന് രാവിലത്തെ ട്രെയിനിൽ കയറി അവിടെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്, ബസ്സൊന്നുമില്ല, മറ്റൊന്നുള്ള വരുമാനമില്ല, AC ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വേർത്ത് തളർന്ന് അവിടെ ചെല്ലുമ്പോൾ ആ വിയർപ്പോട് കൂടി തന്നെ നമ്മളെ സ്വീകരിക്കുകയും ആ AC മുറിയിൽ കയറുമ്പോൾ വിയർപ്പിൻ്റെ ഗന്ധം അദ്ദേഹം ശ്വസിച്ചിട്ടുണ്ടാവും. എന്നെ വീടടുത്താണ് കൊണ്ടുപോയി എനിക്ക് ഉപ്പവിരുത്തി ഭക്ഷണം തരികയൊക്കെ ചെയ്ത ആ വലിയ മനുഷ്യൻ തകർന്ന് തരിപ്പണമായിപ്പോയി. അതാണ് ഒരു ദ്രോഹം ആർക്കും ചെയ്യാത്ത, കൂടെ നിൽക്കുന്ന ആരോ നിന്ന് ചതിച്ചതൊക്കെയാണെന്ന് എനിക്ക് പറയപ്പെട്ടു. പിന്നീട് ഞാൻ കേട്ടു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. എനിക്ക് താങ്ങാൻ പറ്റില്ല. ദൈവം അങ്ങനെയാണ്, ചിലരോട് ചില ക്രൂരതകൾ കാണിക്കും. അപ്പോൾ കല്ലുകൾ ധരിക്കുമ്പം ശ്രദ്ധിക്കണം. ടീച്ചർ എൻ്റെ അടുത്ത് ഞാനിത് പറയുമ്പോൾ പറയും, സ്വാമി കല്ലുകളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ലക്ഷക്കണക്കിന് പൂജകൾ ചെയ്ത് പൂജാരി വാങ്ങിച്ച് പോക്കറ്റിട്ടുകൊണ്ട് പോകുന്നതിനേക്കാൾ വലിയ നല്ലതാണ് ഒരെണ്ണം. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ അവിടെ കിടക്കുമല്ലോ, അല്ലേ, നമ്മുടെ ഇതിൽ തന്നെ കിടക്കുമല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കാലം പോയി. ഞാൻ പിന്നെ ഈ ഭൗതികതയുടെ ഏറ്റവും അവസാന നിമിഷം ഞാൻ തിരുവനന്തപുരം നഗരം വിട്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അച്ഛന് ബലിയിടാനായിട്ട് ശംഖുമുഖം കടലിൽ പോയി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നല്ല വിലപിടിപ്പുള്ള ഒരു മോതിരം എന്താണെന്ന് അറിയണം. ഞാൻ ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് ബലി ഇങ്ങനെ കടലിൽ ഒഴുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആ മോതിരം ഇങ്ങനെ ഊരി അതിൻ്റെ കൂടെ ഊരി കടലിൽ കൂടെ ഒഴുക്കി. എന്തിനാണ് അതൊക്കെ എന്ന് ചോദിച്ചാൽ
ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകവും നോവുകടൽ എന്ന് പറയുന്ന പുസ്തകവും, നോവുകടൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മജ്ജയും മാംസവും പിന്നെ ഹിമാലയം എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഞാനതെല്ലാം എഴുതി പിടിപ്പിച്ചു. അക്ഷരങ്ങളിലൂടെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഞാൻ എൻ്റെ ദുഃഖങ്ങൾ വാരി വിതറി. നിങ്ങൾ വായിച്ചു നോക്കൂ, എല്ലായിടത്തും ഉണ്ട്. മാതൃഭൂമിയിലും കറണ്ട് ബുക്സിലും പിന്നെ SS ബുക്സിലും പിന്നെ അമാൻ ബുക്സിലും പ്രഭുസിലും എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും എൻ്റെ പുസ്തകങ്ങൾ നല്ലപോലെ വിറ്റഴിച്ച അതുകൊണ്ട് ഞാനും ടീച്ചറും ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ഓരോ മനുഷ്യൻ്റെ ഈ ഏറ്റവും ഉയരത്തിൽ നിന്ന് തകർന്നു വീണ മനുഷ്യനെ ചേർത്ത് പിടിച്ചപ്പോൾ ഒപ്പം നിന്ന് ആരുടെ ചതിയേറ്റ് വീണുപോയ ഒരാളെ ഇപ്പോഴും നമ്മൾ ഓർത്ത്, ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണെന്നറിയാതെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതുപോലെ ചേർത്ത് പിടിച്ച ഒരാളുണ്ട്, ക്രിപ്റ്റംസ് എന്ന് ഞാൻ മുട്ടായിലൊരു വർഗീസ് സാറുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ഒരു പിന്നെ ബിസിനസ് എല്ലാവരും വേർപിരിഞ്ഞ് പോയി എന്നുള്ളതേ ഉള്ളൂ. ഓർക്കുന്ന ചിലരാണ് നമ്മളെ ചേർത്ത് പിടിച്ചവർ. ബിസിനസ്സിൽ ഞാൻ അസുൽ പരമേശ്വരൻ ഇങ്ങനെ വളർന്ന് അതൊക്കെ മറ്റ് ബിസിനസ്സൊക്കെ പലരുടെ പേരിലായതുകൊണ്ട് സമ്പത്തെല്ലാം പലരുടെ പേരിലായെങ്കിലും എനിക്ക് ശരീരവും മനസ്സും ബാക്കി വന്നു. ആ ബാക്കി വന്ന ശരീരത്തിൽ അവശേഷിക്കുന്നത് ഓർമ്മകളാണ്, സ്മരണകളാണ്. അത് മാത്രമേ ഉള്ളൂ. സമ്പന്നത്തെ പൈസയൊന്നും, ആ കോടികളോ സമ്പന്നതയോ ഉള്ള മോതിരവും ഒന്നും എൻ്റെ കയ്യിലില്ല. കോടികളുള്ള മോതിരവും ആഭരണങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ എനിക്ക് അത് ആ സ്മരണകൾ, ആ എന്നെ ചേർത്ത് പിടിച്ചവരോടുള്ള എനിക്ക് ഒരു നേരത്തെ ആഹാരം ഭക്ഷണം തന്നവർ, ഞാനത് വീതം വെച്ച് പലർക്കും കൊടുത്തു. ആ കൊടുത്തവരൊക്കെ കഴിച്ചുകൊണ്ട് അത് വഴി പോയി. അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കാനും ഇല്ല. പക്ഷേ നമുക്ക് പറക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയും. നമ്മളെ ഒരു നേരം ഒരു കൈകൊണ്ട് നമ്മൾ തളർന്നു വീഴുമ്പോൾ ഒന്ന് താങ്ങുന്നവനെ, തളർന്ന് കിടക്കുമ്പോൾ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവനെ, നമുക്ക് വിശക്കുമ്പോൾ ഇത്തിരി ഭക്ഷണം തന്നവരെ നമ്മളൊന്ന് സ്മരിക്കുമ്പോഴാണ് അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതെന്ന് പറയുന്ന ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം, അല്ലേ? ഇതുണ്ട്. അപ്പോൾ നമ്മളറിയാതെ നമ്മളെ കണ്ണുകൾ നിറയും, അല്ലേ? സ്വാമി വലിയ സ്വാമിയില്ലേ, സ്വാമിയുടെ കണ്ണുകൾ നനയുമോ എന്ന് ചോദിച്ചാൽ, സ്വാമി കരയുമോ എന്ന് ചോദിച്ചാൽ, ചേർത്ത് പിടിച്ചവർ ഈ ഭൂമിയിൽ നിന്ന് ദുരിതം അനുഭവിച്ചു പോയപ്പോൾ ഞാൻ ആലോചിക്കും, എന്തിനാണ് അവർക്കൊക്കെ ദൈവം ദുരിതം കൊടുത്തത്? സ്നേഹിക്കാൻ മാത്രം അറിയുന്നവർ, ഇവരുടെ പൂർവ്വജന്മം ചിലപ്പം അങ്ങനെ ആയിരിക്കും. അവിടെ ബിസിനസ്സുകാരും കോടീശ്വരന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏത് നിമിഷമാണ് ചിറകറ്റ് താഴേക്ക് വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല, അല്ലേ? ഒരുപാട് ഇങ്ങനെ പറന്ന് പോകുമ്പം വേഗത കുറഞ്ഞ് താഴോട്ട് വരും. അങ്ങനൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ വലിയ കോടീശ്വരന്മാർ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ഏറ്റവും ഉയരത്തിൽ പറക്കുമ്പോൾ വീഴുമ്പോൾ ആക്കം കൂടും എന്ന് എൻ്റെ അമ്മൂമ്മ പറയും. മക്കളെ, എടാ കുട്ടാ തന്നെ വിളിക്കണേ, നീ ഉയരത്തിൽ പറക്കുമ്പോൾ വീഴുമ്പോൾ ആക്കം കൂടും, നെഞ്ചിടിച്ചേ വീഴുള്ളൂ. നെഞ്ചിടിച്ച് വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വേഗത കുറച്ച് വളരെ താണു പറന്നുകൊണ്ട് നമുക്ക് നിലം മുമ്പിൽ കണ്ടുകൊണ്ട്, ഇവിടെ ഒരു താഴ്മയുണ്ട്, ആകാശം മാത്രമല്ല, ഉയരം മാത്രമല്ല, ഇവിടെ ഭൂമിയുണ്ട്. എത്ര ഉയരത്തിൽ പറന്നാലും നിനക്ക് ഉറങ്ങണമെങ്കിൽ, ശയിക്കണമെങ്കിൽ നിനക്ക് താഴെ വന്നേ പറ്റൂ. നീ ചിറക് ഒതുക്കി വെച്ച് താഴെ വന്നേ പറ്റൂ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത, മനുഷ്യനെ സ്നേഹിച്ചവർ പൂർവ്വജന്മ ദോഷം കൊണ്ട് ദുരിതങ്ങൾ അനുഭവിച്ച് തകർന്നു വീഴുമ്പോൾ ആ തകർന്നു വീഴുന്ന കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വലിയ വ്യവസായികളും കോടീശ്വരന്മാരും വിളിച്ച് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വണ്ടി അയക്കാം, നിങ്ങൾ കൊണ്ട് വരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് നല്ല മറുപടി പറയും. ഇവരൊക്കെ വലിയ കോടീശ്വരന്മാരെ നല്ല പ്രായത്തിൽ 16 വയസ്സ് മുതൽ ഇങ്ങോട്ട് കണ്ടതാണ്. ഇപ്പോൾ 63 വയസ്സായി. 16ാമത്തെ വയസ്സിൽ മദ്രാസിലേക്ക് വണ്ടി കയറിയ ആളാണ്. വലിയ കോടീശ്വരന്മാരെ കണ്ടു, വലിയ സിനിമാടന്മാരെയും കണ്ടു, ഒരുപാട് കണ്ട ആളാണ്. അതുകൊണ്ട് വലിയ കോടീശ്വരന്മാരൊന്നും വിളിച്ച് വണ്ടി അയച്ചു തരാം, ഫ്ലൈറ്റ് തരാം, അങ്ങോട്ട് വന്ന് ഫലം പറയൂ, രാശി വയ്ക്കാം, നിങ്ങൾക്ക് എത്ര കൂലി എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ വായിരിക്കണം നല്ല മറുപടി നന്നായിട്ട് കേൾക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനിവിടെ ബോർഡും വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ അവർ മോശക്കാരല്ല, അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇതെൻ്റെ തൊഴിലല്ല, ഇതെനിക്ക് ദൈവം തന്നത്, എനിക്കിഷ്ടമുള്ളവരോട് ഞാനതിൻ്റെ ഫലം പറയും, രക്ഷപ്പെടുത്താനൊരു ശ്രമം നടത്തും, പിന്നെ ബാക്കിയെല്ലാം അവരുടെ കർമ്മമാണ്. അപ്പോൾ പൂയം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ, പൂയം നക്ഷത്രക്കാർക്ക് പൂർവ്വജന്മ ദോഷങ്ങൾ പിന്തുടർന്നു വരുന്ന കാലമാണ്. പൂർവ്വജന്മ ദോഷങ്ങൾ പിന്തുടർന്നു വരുന്ന കാലമായതുകൊണ്ട് ശബരിമല പോണം പുരുഷന്മാർ. സ്ത്രീകൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, ഭഗവതി ക്ഷേത്രമല്ല ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പരിഹാരം ചെയ്യണം. എണ്ണയും തിരിയും മേടിച്ചു കൊടുക്കണം. ചുമന്ന മാല
തെറ്റിപ്പൂവിൻ്റെ മാല കൊടുക്കണം, എണ്ണയും തിരിയും മേടിച്ചു കൊടുക്കണം. പൂയം നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പരിഹാരങ്ങളായിട്ട് അതാണ് കാണുന്നത്. ഒപ്പം സന്ധ്യയ്ക്ക് കുളിക്കാൻ നിൽക്കരുത്. കുളിക്കാനും നഖം കടിക്കുന്ന സ്വഭാവവും നഖം വെട്ടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ചെയ്യരുത്. ഈ 7 ദിവസത്തേക്കുള്ള ഫലങ്ങളിൽപ്പെട്ടതാണ്. ഉദരരോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പായസമൊക്കെ ഒരുപാട് കുടിക്കാനും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രമേഹ രോഗം കൂടാതിരിക്കാനുള്ള ശ്രദ്ധിക്കണം. പൂയ നക്ഷത്രക്കാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അമിതമായ ഭക്തി ഉപയോഗിച്ചാൽ വയറിന് സ്തംഭനം ഉണ്ടാകാനും പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ എന്തെങ്കിലും ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആഭിചാരം ഭരിക്കാനും ഫലമുള്ളതുകൊണ്ട് മദ്യം കഴിക്കുന്ന പൂയം നക്ഷത്രക്കാരുണ്ടെങ്കിൽ ആഭിചാരത്തിൻ്റെ ശക്തി കൂടുകയും ബോധത്തിന് പ്രശ്നമുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രക്കാരെ മദ്യപിക്കാതിരിക്കുകയും മദ്യം വീട്ടിലിരുന്ന് ചെറിയ അളവിന് കഴിക്കുകയും ചെയ്താൽ ഉത്തമമായിരിക്കും എന്ന് പറയുന്നു. പൂയ നക്ഷത്രത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ശ്രദ്ധാലുവായി 7 ദിവസം ഓണക്കാലം കഴിയുന്നത് വരെ ജീവിക്കേണ്ടതിൻ്റെ ഒരു സൂചന മാത്രം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഓണക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.